ഹായ് ഓൾ, എല്ലാവർക്കും കരിയർ മേക്കറിൻ്റെ GS ക്ലാസ്സിലോട് സ്വാഗതം. സോ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ സ്ട്രക്ചർ ഓഫ് ദ യൂണിയൻ ഗവൺമെൻറ്റും അതുപോലെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പാർട്ട് 5 ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ സാധാരണ എക്സാമിന് ഇപ്പോൾ പാർട്ട് 5 കുറിച്ചൊക്കെ ചോദിക്കാറുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ രണ്ട് ടോപ്പിക്കും ഡിസ്കസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് ഓർഗൻസ് ഓഫ് ദ ഗവൺമെൻറ്, ഓക്കെ, അല്ലെങ്കിൽ ഓർഗൻസ് ഓഫ് ദ യൂണിയൻ ഗവൺമെൻറ് അല്ലെങ്കിൽ സ്ട്രക്ചർ ഓഫ് ദ യൂണിയൻ ഗവൺമെൻറ് എന്ന് പറയാറുണ്ട്. ഓക്കെ, സോ എന്താണ് ഒരു ഗവൺമെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട ഘടകം എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. സോ ഒരു ഗവൺമെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ഏറ്റവും ആദ്യം പറയാൻ പറ്റുന്നതാണ് ലെജിസ്ലേച്ചർ എന്ന് പറയാം. ഓക്കെ, രണ്ടാമതുള്ളത് എക്സിക്യൂട്ടീവ് ആണ്, മൂന്നാമത് പറയുന്നതും ജുഡീഷ്യറി. ഓക്കെ, സോ ഇത് മൂന്നുമാണ് ഒരു ഗവൺമെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത്. ഇനി ലെജിസ്ലേറ്റീവ് എന്ന് പറയുന്ന ഓർഗൻ്റെ പ്രധാനപ്പെട്ട ധർമ്മം എന്ന് പറയുന്നത് നിയമനിർമ്മാണമാണ്, അല്ലെങ്കിൽ ടു മേക്ക് ലോ. ടു മേക്ക് ലോ ആണ് ആരുടെ ധർമ്മം എന്ന് പറയുന്നത്, ലെജിസ്ലേച്ചറിൻ്റെ പ്രധാനപ്പെട്ട കർത്തവ്യം എന്ന് പറയുന്നത്. ഇനി എക്സിക്യൂട്ടീവിൻ്റെ എന്താണ്, ടു ഇംപ്ലിമെൻറ്റ് ദാറ്റ് ലോ. ടു ഇംപ്ലിമെൻറ്റ് ദാറ്റ് ലോ. ഇനി ജുഡീഷ്യറിലോട്ട് പോകണമെങ്കിൽ ഈ നിയമത്തെ ഇൻ്റർപ്രറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എന്താണ് നമുക്ക് മനസ്സിലാക്കി തരുന്ന ആരാണ്, അത് ജുഡീഷ്യറിയാണ്. ഓക്കെ, ടു ഇൻ്റർപ്രറ്റ് ദാറ്റ് ലോ. ഓക്കെ, അതാണ് ജുഡീഷ്യറിൻ്റെ കർത്തവ്യം എന്ന് പറയുന്നത്. സോ ഇത് മൂന്നും കൂടെ ചേർന്നാണ് എന്തുണ്ടാവുന്നത്, ഒരു ഗവൺമെൻറ്റിൻ്റെ പ്രധാനമായിട്ടുള്ള ഓർഗൻസ് അല്ലെങ്കിൽ ഘടകങ്ങൾ രൂപപ്പെടുന്നത്. ഓക്കെ, സോ ഇത്രയുമാണ് നമുക്ക് ഓർഗൻസ് ഓഫ് ദ യൂണിയൻ ഗവൺമെൻറ് പറയാനുള്ളത്. സോ എപ്പോഴും ഓർമ്മിക്കുക, സ്ട്രക്ചർ ഓഫ് ദ ഗവൺമെൻറ് അല്ലെങ്കിൽ എന്താണ് ഓർഗൻസ് ഓഫ് ദ യൂണിയൻ ഗവൺമെൻറ് ചോദിച്ചാൽ എപ്പോഴും ആരെയൊക്കെ പറയണം, ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറിയെ കുറിച്ചായിരിക്കണം നിങ്ങൾ പറയേണ്ടത്. സോ നെക്സ്റ്റ് നമുക്ക് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനകത്തുള്ള പാർട്ട് 5 കുറിച്ച് പറയാം. ഓക്കെ, സോ പാർട്ട് 5 ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പാർട്ട് 5 പറയുന്നത് ദ യൂണിയനെ കുറിച്ചാണ്. ഓക്കെ, എന്താണ്, ദ യൂണിയനെ കുറിച്ചാണ് പറയുന്നത്. ശരിക്കും ഇതിനകത്ത് പറയുന്നത് എന്തെന്ന് ചോദിച്ചാൽ യൂണിയൻ ഗവൺമെൻറ് പ്രവർത്തനവുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകളെ കുറിച്ചാണ് ഇതിനകത്ത് പറയുന്നത്. ഓക്കെ, യൂണിയൻ ഗവൺമെൻറ് പ്രവർത്തനവുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകളെ കുറിച്ചാണ് ഇതിനകത്ത് പറയുന്നത്, പാർട്ട് 5 പറയുന്നത്. ഇനി പാർട്ട് 5 ആർട്ടിക്കിൾസ് ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ആർട്ടിക്കിൾ 52 to 151. ഓക്കെ, ആർട്ടിക്കിൾ 52 മുതൽ 151 വരെയാണ് എന്ത് പറയുന്നത്, ദ യൂണിയൻ എന്ന് പറയുന്ന ഈ പാർട്ട് 5 പറയുന്നത്. അത് മാത്രമല്ല, നമുക്ക് ഈ പാർട്ട് 5 5 ചാപ്റ്റേഴ്സ് ഡിവൈഡ് ചെയ്യാം. പാർട്ട് 5 നമുക്ക് എന്ത് ചെയ്യാം, 5 ചാപ്റ്റേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. സോ നോക്കിക്കോ, ഈ പാർട്ട് 5 നമുക്ക് ആദ്യത്തെ ചാപ്റ്റർ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത് ദ എക്സിക്യൂട്ടീവ് ആണ്. ഓക്കെ, അല്ലെങ്കിൽ യൂണിയൻ എക്സിക്യൂട്ടീവ് നമുക്ക് പറയാം. ഓക്കെ, സോ ഇതിനകത്ത് പ്രധാനമായിട്ടും വരുന്ന വ്യക്തികൾ പ്രസിഡന്റ് വരുന്നുണ്ട്, വൈസ് പ്രസിഡന്റ് വരുന്നുണ്ട്, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് വരുന്നുണ്ട്, പിന്നെ അറ്റോർണി ജനറൽ എന്ന് പറയുന്ന പോസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരുന്നത് ദ എക്സിക്യൂട്ടീവിനകത്താണ്. ഓക്കെ, സോ ആദ്യത്തെ ചാപ്റ്റർ ഏതായിരിക്കും, ദ എക്സിക്യൂട്ടീവ് ആയിരിക്കും ആദ്യത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത്. രണ്ടാമത് പാർലമെന്റ്. നിങ്ങൾക്കറിയാം പാർലമെന്റ്, ഇന്ത്യക്കകത്തുള്ള പാർലമെന്റിന്റെ സിസ്റ്റം എന്താണെന്നൊക്കെ നമുക്ക് വരും ക്ലാസ്സുകൾ ഡിസ്കസ് ചെയ്യാം. സോ പ്രധാനമന്ത്രി, ലോക്സഭ, രാജ്യസഭ, പ്രസിഡന്റും ഇതിനകത്ത് വരുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, പ്രസിഡന്റ് എന്ന് പറയുന്ന വ്യക്തി എക്സിക്യൂട്ടീവിനകത്തും പാർലമെന്റിന്റെ അകത്തും ഒരു പാർട്ട് തന്നെയാണ്. ഓക്കെ, അല്ലെങ്കിൽ ലെജിസ്ലേച്ചറിനകത്തും എക്സിക്യൂട്ടീവിന്റെയും ഒരു പാർട്ടാണ് പ്രസിഡന്റ് എന്ന് പറയുന്നത്. വരും ക്ലാസ്സുകളിൽ നമുക്ക് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഇനി അടുത്തതായിട്ട് മൂന്നാമത്തെ ചാപ്റ്റർ പറയുന്നത് എന്താണ്, ലെജിസ്ലേറ്റീവ് പവേഴ്സ് ഓഫ് പ്രസിഡന്റ് ആണ്. സോ ഇതിൽ പറയുന്ന ആർട്ടിക്കിൾ 123 ആണ്. പിന്നെ പറയുന്നത് ദ യൂണിയൻ ജുഡീഷ്യറിയെ കുറിച്ചാണ്, ആർട്ടിക്കിൾ 124 to 147 വരെയാണ്. സോ ഈ ഒരു സമയത്ത് നമ്മൾ സുപ്രീം കോടതിയെ കുറിച്ച് നോക്കുന്നുണ്ടായിരിക്കും ഈ ഒരു ചാപ്റ്റേഴ്സിൽ. പിന്നെയുള്ള എന്താണ്, CAG ഓഫ് ഇന്ത്യ എന്ന് പറയും. സോ CAG ഓഫ് ഇന്ത്യ എന്ന് വെച്ചാൽ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ. സോ അദ്ദേഹത്തിനെ കുറിച്ചും എന്ത് പറയുന്നുണ്ട്, പാർട്ട് 5 തന്നെയാണ് പ്രതിപാദിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ എത്രയായിരിക്കും, ആർട്ടിക്കിൾ 148 തൊട്ട് 151 വരെയാണ്. ഓക്കെ, സോ വരും ക്ലാസ്സുകളിൽ നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ ഡിസ്കസ് ചെയ്യാം. സോ ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇതോടെ വൈൻഡപ്പ് ചെയ്യാണ്. ബ്രോ നിർത്തിയതിൻ്റെ അവിടെ വെച്ച് കട്ട് ചെയ്തിട്ട് കേട്ടോ. സോ ഇനി അടുത്തൊരു ക്ലാസ് വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം. സോ ഇത്രയാണ് എനിക്ക് ഇന്നത്തെ ക്ലാസ് നിങ്ങളോട് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ വരും ക്ലാസ്സുകളിൽ നമുക്ക് ബാക്കിയുള്ള പോയിന്റ്സും ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് ക്ലൈമാക്സ് എന്ത് ചെയ്യും.
സോ അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് എന്തിനെ കുറിച്ചൊക്കെ ആയിരിക്കും? ആദ്യം ഡിസ്കസ് ചെയ്തത് സ്ട്രക്ചർ ഓഫ് ഗവൺമെന്റും, രണ്ടാമത് പാർട്ട് 5നെ കുറിച്ച് പറഞ്ഞു. വരും ക്ലാസ്സുകളിൽ നമുക്ക് ഇതുപോലെയുള്ള കുറച്ച് സെക്ഷൻസ് വീണ്ടും ഡിസ്കസ് ചെയ്യാം. സോ അതുവരെ കാണും വരെ താങ്ക് യു. സോ നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ എന്ത് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു ഓൾ.